ഹലോ ഗൈസ്, നാടൻ കോഴിയുടെ ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനെന്താ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷെയർ ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും അതൊന്നും ആദ്യം ചെയ്യുക കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഈ നമുക്ക് നാടൻ കോഴികളുടെ ഓർഡറുകൾ നമുക്ക് ഇഷ്ടം പോലെ വരുന്നുണ്ട്. കൊല്ലത്തും തിരുവനന്തപുരം, എറണാകുളം, അങ്ങനെ ഒരുവിധം ജില്ലകളെന്ന് മലപ്പുറം, അവിടെ നിന്നൊക്കെ നമുക്ക് ഓർഡറുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഓർഡർ തരുന്നവരോട് എനിക്കൊരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഡ്വാൻസ് പേയ്മെൻറ്റ് അത് നമുക്ക് വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വട്ടം ചതിയിൽ പെട്ടു, ഒരു വട്ടമല്ല 2-3 വട്ടം ചതിയിൽ പെട്ടതുകൊണ്ടാണ് നിങ്ങളോട് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ് പേയ്മെൻറ്റ് തരാൻ പറയണത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴികൾ നമ്മൾ വീഡിയോ ഇട്ട് തരുന്നുണ്ട്, നിങ്ങൾ അതേ സാധനം തന്നെയായിരിക്കും നിങ്ങൾക്ക് അവിടെ എത്തുന്നത്. നമ്മളെ പറ്റിക്കപ്പെടുക ചതിക്കപ്പെടുക ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാനിപ്പോൾ ഈ ഫാം തുടങ്ങിയിട്ട് കുറച്ച് കൊല്ലങ്ങളായി, യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതിപ്പോൾ ഇത്ര നാളായിട്ടുള്ളൂ, കുറച്ച് കാലമായിട്ടുള്ളൂ. അതെങ്ങനെ തുടങ്ങുക എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഓരോ കൂട്ടുകാരന്മാരോടും അവരോടൊക്കെ ചോദിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് പരിപാടി തുടങ്ങിയത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അവർ പറഞ്ഞ ഇതിൽ നിന്ന് കുറേ ബിസിനസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ചാനൽ മാത്രമല്ല, അപ്പോൾ ഇതിൽ നിന്ന് കുറേ അത് ശരിയാണ്. നമുക്കിപ്പോൾ ഓരോ കോഴികളുടെ വീഡിയോ ഇട്ടപ്പോഴും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമുക്ക് കോളുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ബിസിനസ് മൂവ്മെൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ് അല്ലേ, അപ്പോൾ ശരിയാവുമെന്ന് വിചാരിക്കാം. അതുകൊണ്ടാണ് നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാനും പരമാവധി ഷെയർ ചെയ്യാനും പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നാടൻ കോഴികളെല്ലാവരും ഇപ്പോൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാടൻ കോഴികൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് വരുന്ന മുട്ടകളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ തിന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പരമാവധി നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ തന്നെ കഴിക്കുക എന്നുള്ളൊരു സംഭവമാണ് ഇനി വരുത്തി തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ് പേയ്മെൻറ്റിൻ്റെ കാര്യം. അഡ്വാൻസ് പേയ്മെൻറ്റിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയൊരു കഥയാണ്. അതിപ്പോൾ പറയാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ പറയാം. അഡ്വാൻസ് പേയ്മെൻറ്റിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഞാൻ തുടക്കത്തിൻ്റെ സമയം എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് എനിക്കൊരു ഓർഡർ കിട്ടി. 300 കോഴികളായിട്ട് അന്ന് ഓർഡർ. എന്ന് വെച്ചാൽ 300 കോഴി, 3 മാസം പ്രായമുള്ള കോഴി 300 വേണം. ആകുമ്പോൾ അടിപൊളി ഓർഡർ. ആ ഓർഡറാണല്ലോ. അപ്പം അങ്ങനെ ഞാൻ 300 കോഴി എൻ്റെ കയ്യിൽ ഉണ്ടായില്ല. ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തപ്പിയെടുത്ത് 300 കോഴി ഉണ്ടാക്കി. ആളെ വിളിച്ച് പറഞ്ഞു ഓർഡർ കൺഫേമാണ്, 300 കോഴിയാണ് എത്തിക്കുക. അപ്പോൾ ആൾ പറഞ്ഞു ഇവിടെ ക്യാഷ് ഇപ്പോൾ ഞാൻ അഡ്വാൻസ് ചെയ്യില്ല, നീ ഇവിടെ വന്നിട്ട് ആളെനിക്ക് ലൊക്കേഷനും കാര്യങ്ങളും എല്ലാതും അയച്ചു തന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾ നല്ല വിശ്വാസത്തിൻ്റെ രീതിയിൽ തന്നെ എന്നോട് സംസാരിച്ചത്. നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിനക്ക് ആ 300 കോഴിയുടെ ക്യാഷ് റെഡി ക്യാഷ്. അപ്പോൾ എനിക്ക് തിരുവനന്തപുരം വരെ ഈ സാധനത്തിനെ കൊണ്ടുപോകണ്ടേ. ഞാൻ വേറൊരു കൂട്ടുകാരനെ നിന്ന് കടം മേടിച്ചു. പെട്രോൾ അടിക്കുന്ന വണ്ടിയിൽ സ്വന്തമായിട്ട് അന്ന് വണ്ടി ഉണ്ട്. എന്നാൽ അതിൽ പെട്രോൾ അടിച്ചിട്ട് തിരുവനന്തപുരത്തേക്ക് കൊണ്ട് കൊടുക്കാം. എന്നാൽ ശരി, അങ്ങനെ പോവാന്ന് വെച്ചിട്ട് പെട്രോൾ അടിച്ചിട്ട് വണ്ടി 3000 രൂപ 3500 രൂപ തിരുവനന്തപുരം വരെ എത്തണം. വണ്ടിയിൽ പെട്രോൾ അടിച്ചു പോയി. അവിടെ സ്പോട്ടിലെത്തി. തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ആളെ വിളിച്ചു ഞാൻ. ചേട്ടാ, ആൾ ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടാ ഞാനിവിടെ എത്തിയിട്ടുണ്ട്, തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്, എന്ത് ചെയ്യേണ്ടത് വെച്ചു. ചേട്ടൻ്റെ സ്ഥലത്തേക്ക് ലൊക്കേഷൻ ഞാൻ അങ്ങോട്ട് വരികയെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറയാം, ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ്, നിങ്ങൾ എവിടെ നിൽക്കണം, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. എന്നാൽ ഓക്കെ, എന്നാൽ നിങ്ങൾ പോരെ, അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൂടെ ഒരുത്തനും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവനോട് പറഞ്ഞിടാ നമുക്ക് ചായ കുടിച്ചിട്ട് വരാം, ആൾ അരമണിക്കൂറാവും വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിച്ച് അവിടെ വണ്ടിയിൽ അങ്ങനെ ഇരുന്ന് വിശ്രമിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ആൾ ഇങ്ങോട്ട് വിളിച്ചു. നിങ്ങൾ എവിടെ നിൽക്കണേ ചോദിച്ചു. ഞങ്ങൾ ഇന്ന സ്പോട്ടിലുണ്ട്, എന്താ വരുമോ ചോദിച്ചു. ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ആൾ ഫോൺ കട്ട് ചെയ്തു. ഇപ്പോൾ വരാം, 15 മിനിറ്റ് കൂടി എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. എന്നാൽ ഓക്കെ. അപ്പോൾ ഞങ്ങളോട് പറയടാ ആൾ 15 മിനിറ്റ് കൂടി ഉണ്ട് വരും. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അപ്പോൾ ഒരു 15 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ 15 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ പറഞ്ഞു കുറച്ചിട്ട് വീണ്ടും അപ്പോൾ ഇയാൾ കാണാല്ലേ, 15 മിനിറ്റ് കൂടി കഴിഞ്ഞു, ആൾ പറഞ്ഞ ടൈം കൂടി കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് വിളിച്ചോളൂ. എന്തായി എന്ന് വെച്ചാൽ 300 കോഴി നാട്ടുകാരിൽ നിന്ന് കടം മേടിച്ചിട്ടാണ് പെട്രോൾ അടിച്ചിട്ട് ഇവിടെ എത്തിയിട്ടുള്ളതും. ഉള്ള കോഴി 300 കോഴി മേടിക്കുള്ള കാശ് എടുത്തിട്ടാണ് കൊണ്ടുപോകാൻ പറ്റുള്ളത്. 300 കോഴിക്ക് തിരുവനന്തപുരം എത്തണ വരെ തീറ്റയും കാര്യങ്ങളും വെള്ളമൊക്കെ കൊടുക്കണേ, വെറുതെ പോകില്ലല്ലോ, ഒരു ജീവനല്ലേ. അങ്ങനെ ഇരുന്ന് ഒരു 10-15 മിനിറ്റ് ഇയാൾ കാണാനില്ല. വീണ്ടും വിളിച്ചു. എന്തായിടൂ എവിടെയാന്ന് ചോദിച്ചു. എടുത്തു ആൾ ഫോൺ. എപ്പോരാന്ന് പറയല്ലോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇയാളുടെ വീടിൻ്റെ ലൊക്കേഷൻ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടോ, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വീടിൻ്റെ അവിടേക്ക് പോയി. ലൊക്കേഷൻ വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ പറയാ ഇത് അങ്ങനെ ഒരാളില്ല എന്നോട്. ചത്തില്ല, മനസ്സ് ചത്തു.
തിരിച്ചു പോകാന്ന് വെച്ചാൽ പെട്രോളിൻ്റെ കാശും ഇല്ല. ഇതിന്ന് കിട്ടിയിട്ട് വേണം പെട്രോൾ അടിക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നത്. തിരിച്ചു പോകാനുള്ള കാശും ഇല്ല. പെട്ടില്ലേ 300 കോഴിയും. അങ്ങനെ ഇയാൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്തു. പെട്ടു. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കംപ്ലൈൻറ്റ്. ഇപ്പം പറഞ്ഞു എൻ്റെ കൂട്ടുകാരൻ വേണ്ട, നമുക്ക് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേറെ വഴിയില്ല, എന്താ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസുകാരോട് കംപ്ലൈൻറ്റ് കൊടുത്ത് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് എന്താ ചെയ്യാൻ പറ്റുക സാറേന്ന് പറഞ്ഞു. ആൾ പറഞ്ഞു ഇതൊക്കെ ഞങ്ങളിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക, നിങ്ങളൊക്കെ അത് അഡ്വാൻസ് പേയ്മെൻറ്റൊക്കെ മേടിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ, അത്ര ഉറപ്പിച്ചിട്ടൊക്കെ വേണ്ട. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഫസ്റ്റ് ടൈം ഫാം തുടങ്ങിയിട്ടുള്ള ഫസ്റ്റത്തെ ഓർഡറാണ് 300 കോഴി എന്നൊക്കെ പറഞ്ഞപ്പോൾ എടുത്ത് ചാടി പൊടി വന്നതാണ്. ഇപ്പം എന്തായി? പോലീസുകാരൻ പറഞ്ഞു നോക്കാൻ തപ്പാന്നൊക്കെ പറഞ്ഞ് പോലീസുകാരൻ കുറച്ച് നേരം നമ്മുടെ കൂടെ ഒക്കെ വന്ന് കാര്യങ്ങളൊക്കെ ഇപ്പോൾ രക്ഷയില്ല, ആൾ മുങ്ങി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? 300 കോഴിയാണ് കയ്യിലിരിക്കണ കേട്ടാ, 300 കോഴി. അങ്ങനെ അപ്പോൾ പോലീസുകാരൻ പറഞ്ഞ ആൾക്കറിയണ ഒരു ഫാമുകാരുണ്ട്, എടുക്കുമെന്ന് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ശരി, എന്നാൽ എങ്ങനെയെങ്കിലും അതൊന്ന് ചോദിച്ചു തിരിച്ചു പോകാനുള്ള കാശ് വേണ്ടേ. എന്നിട്ട് പോലീസുകാരൻ ആ ഫാമിലേക്ക് വിളിച്ച് ചോദിച്ചോളൂ ഇങ്ങനെ എത്ര ഒരു ടീം ഇങ്ങനെ വന്ന് പെട്ടുണ്ട്, 300 കോഴി ഉണ്ട്, അവർക്ക് നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. ആൾ പറഞ്ഞു എൻ്റെ ഫാമിൽ ഇനി സ്ഥലമില്ല, സ്ഥലമൊക്കെ കഴിഞ്ഞു, ഉള്ള കോഴികളൊക്കെ ഭയങ്കര തിക്കും തിരക്കിലാണ് ഇരിക്കണേ, ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞു. ആകെ പെട്ടു. പോലീസുകാരോട് പിന്നെ എന്താ ചെയ്യുക സാറേന്ന്. ആൾ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല മോനെ, നിങ്ങൾ ആരെങ്കിലും വിളിച്ച് ക്യാഷ് അന്ന് ഗൂഗിൾ പേയും കുഴപ്പമൊന്നുമില്ല, എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നല്ലേ അക്കൗണ്ട് ട്രാൻസ്ഫർ ബാങ്കിൽ പോയിട്ട് ആരെങ്കിലും ചെയ്യണം, അന്ന് ഗൂഗിൾ പേ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വരുന്നുള്ളൂ. അങ്ങനെ കൂട്ടുകാരന്മാരെ കുറേ വിളിച്ചു, അവർക്ക് ഇത്ര അധികം കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഇല്ല, വിട്ടു തരാനും ഇല്ല, ഒന്നുമില്ല. പെട്ടു ലോക്കായി. ഞാൻ പറഞ്ഞു കൂടെ ഇരിക്കണ പോലീസുകാരോട് സാറേ ഞങ്ങൾക്കൊരു 2 ദിവസം താമസിക്കാനുള്ള സ്ഥലം തരുമോ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. പോലീസുകാരൻ പറഞ്ഞു അതെന്താണെന്ന് ചോദിച്ചു. അല്ല 2 ദിവസം താമസിക്കണം ഇവിടെ, എങ്ങനെയും ഈ സാധനം ഇവിടെ സെയിലാക്കിയിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് പറഞ്ഞു. തിരിച്ചു പോകണ്ടേ, പെട്രോൾ അടിക്കാൻ കാശ് വേണ്ടേ. പോലീസുകാരൻ പറഞ്ഞു അത് വേണമെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞിട്ട് ആളൊരു സ്ഥലം റെഡിയാക്കി തന്നു. ഈ 300 കോഴിയുണ്ട്, അവന് തിക്കും തിരക്കിൽ കിട്ടി കഴിഞ്ഞാൽ ചത്തുപോവില്ലേ. പിറ്റേ ദിവസം ഞങ്ങൾ ഒരു വലിയൊരു വല മേടിച്ചു, 4 ഇരുമ്പിൻ്റെ പൈപ്പും മേടിച്ച് റോഡ് സൈഡിലൊരു തണലത്ത് ഈ സാധനത്തിന് 4 പൈപ്പിട്ട് വലയിട്ടൊക്കെ കുത്തി കോഴികളെ അതിലേക്ക് ഇട്ടു. അവിടെ സെയില് 2 ദിവസം അന്ന് എത്ര 300 കോഴിയുണ്ട്. ഇത് സെയിലാക്കണ്ടേ. ഒരു 5 ദിവസം 4-5 ദിവസം 6 ദിവസം ഞങ്ങൾ അവിടെ നിന്ന് കോഴീനെ സെയിലാക്കിയിട്ട് പോകുന്നത് അവിടെ നിന്ന്. വെച്ച് കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അഡ്വാൻസ് പേയ്മെൻറ്റ്, ഫുൾ ക്യാഷ് വേണ്ട, അതുകൊണ്ടാണ് അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യാൻ പറയണത്. അങ്ങനെ ഒരു വലിയൊരു കഥ ഉണ്ടായിട്ടുണ്ട്, അതാണ് നിങ്ങളിൽ വേറെ ഒന്നും വിചാരിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളോട് പരമാവധി പേയ്മെൻറ്റ് അഡ്വാൻസ് ചെയ്യാൻ പറയണത്. അല്ലാണ്ട് അതുകൊണ്ട് മുങ്ങിയിട്ട് നിങ്ങളെ പറ്റിക്കണ പരിപാടിയൊന്നുമില്ല. അപ്പോൾ കോഴി ഓർഡർ തരുമ്പോൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യുക, അത്രേ പറയണുള്ളൂ. വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് കോഴിയും കാര്യങ്ങളൊക്കെ നല്ല പ്യുവറായിട്ടുള്ള സാധനങ്ങൾ തന്നെ എത്തിച്ചു തരും. അതാണല്ലോ നമ്മുടെ ജോലി. അപ്പോൾ എൻ്റെ ഫോൺ നമ്പർ 7025623773, അത് ഞാനിതിൽ എഴുതിയിട്ടുണ്ട്. നാടൻ കോഴികൾ ആവശ്യമുണ്ടെങ്കിലും മുട്ടക്കോഴികളും എല്ലാ കോഴികളും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഏത് കോഴി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമില്ല, എത്ര എണ്ണം വേണമെന്നുണ്ടെങ്കിൽ അത് പറയുക, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരാവുന്ന ഒരു ഡേറ്റ് ഞാൻ പറയും. അതിൻ്റെ തലേദിവസമെങ്കിലും നമുക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് കിട്ടിയാൽ നമ്മളത് സ്പോട്ടിലേക്ക് എത്തിച്ച് തരുന്നുണ്ടോ. അപ്പോൾ നിങ്ങൾ അത് മനസ്സിൽ വയ്ക്കുക. അപ്പോൾ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. എനിക്ക് പരമാവധി ഞാൻ നല്ല നല്ല വീഡിയോകൾ ചെയ്യാമെന്നും എൻ്റെ അനുഭവങ്ങളും ഞാൻ നിങ്ങൾക്കിതിൽ പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു ഹെൽപ്പ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു, എല്ലാവർക്കും സുഖമായിരിക്കട്ടെ. അപ്പോൾ കോഴി ഓർഡർ ചെയ്യുമ്പോൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യാം. ഓക്കെ.